മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാഗവതം ശാസ്ത്രം എന്നാണ് പറയുക. ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം സയൻസ് എന്നല്ല. ശാസ്ത്രമെന്ന സംസ്കൃത വാക്ക് മലയാളത്തിലേക്ക് മാറിയപ്പോൾ അതറിഞ്ഞോ അറിയാതെയോ സയൻസ് എന്ന വാക്കായിപ്പോയി. യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം യത് ശാസയത്തെ തത് ശാസ്ത്ര. whatever is directing you, whatever is instructing you, whatever is guiding you, whatever is motivating you, that is known as ശാസ്ത്രം. ശാസനം ചെയ്യുന്നത്, നിർദ്ദേശിക്കുന്നത്, മാർഗനിർദ്ദേശം നൽകുന്നത്, അതാണ് ശാസ്ത്രം. ഭാഗവത ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഭാഗവതം സയൻസാണെന്ന് അർത്ഥമില്ല. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കഥകളിലൂടെ, ഉപദേശങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കാനാണ് നമ്മളോട് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഭാഗവതം ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രം എന്നത് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്. അപ്പൊ സയൻസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്ന ആത്മീയമായ നോളജ്, വിജ്ഞാനം എന്ന് പറയുന്നത് സയന്റിഫിക് ആയിട്ടുള്ള നോളജ്. വൈദിക ഭാഷയിൽ വിദ്യ ആത്മീയമായ നോളജ്, അവിദ്യ സയന്റിഫിക് ആയിട്ടുള്ള നോളജ്. ഓ വൈദിക ഭാഷയിൽ വിദ്യ സ്പിരിച്വൽ നോളജ്, അവിദ്യ സയന്റിഫിക് നോളജ്. പൗരാണിക ഭാഷയിൽ ജ്ഞാനം സ്പിരിച്വൽ നോളജ്, വിജ്ഞാനം സയന്റിഫിക് നോളജ്. ജ്ഞാനം സ്പിരിച്വൽ നോളജ്, വിജ്ഞാനം സയന്റിഫിക് നോളജ്. ഇനി ഭാഗവതത്തിലെ ഒരു ശ്ലോകം. ഈ ഭാഗവതത്തിലെ 355 അധ്യായങ്ങൾ ഏതാണ്ട് മുഴുവനും തന്നെ കഥാരൂപത്തിൽ പരീക്ഷിത് മഹാരാജാവിന് വേണ്ടി, അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷിത്ത് ഹസ്തിനപുരം ഭരിച്ച് അറിയാതെ കാട്ടിലൂടെ നായാട്ടിന് പോകുമ്പോൾ ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടു. ആ ചത്ത പാമ്പിനെ ശമീക മഹർഷിയുടെ കഴുത്തിൽ ഇട്ടത് മകൻ ശൃംഗി എന്ന് പറയുന്ന മഹർഷി. എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടത് ആരാണോ അയാള് 7 ദിവസത്തിനകം തക്ഷകൻ കടിച്ച് മരിക്കുമെന്ന് ശപിച്ചു. അച്ഛൻ്റെ കഴുത്തിൽ പാമ്പിനെ ഇട്ട ആള് ആരാണെങ്കിലും. പക്ഷെ ഈ പാമ്പിനെ ഇട്ടതോ പാമ്പിന്റെ സ്മെല്ലോ ഒന്നും ആ സന്യാസിയെ ബാധിച്ചില്ല. അദ്ദേഹം ഡീപ്പ് മെഡിറ്റേഷനിലായിരുന്നു. പക്ഷെ ശാപത്തിന്റെ പ്രത്യേകത കൊണ്ടോ എന്തോ ശബ്ദം കൊണ്ടോ അദ്ദേഹം തപസ്സിൽ നിന്ന് ഉണർന്ന് ഈ വാക്ക് നീ ആരെയാണ് പറഞ്ഞത് എന്ന് മകനോട് ചോദിച്ചു. മകൻ പറഞ്ഞു, ആരാണോ അച്ഛൻ്റെ കഴുത്തില് ഈ ചത്ത പാമ്പിനെ ഇട്ടത് അവൻ 7 ദിവസത്തിനകം തക്ഷകൻ കടിച്ചു മരിക്കും എന്നാണ് ഞാൻ ശപിച്ചത്. ആസ് യൂഷ്വൽ കോൺവെർസേഷനില്. പക്ഷെ ആരാണെന്നറിയാതെ നീ എന്തിനാ മകനെ ശപിച്ചത്? അച്ഛൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു പാമ്പിട്ടത് കൊണ്ട് അച്ഛന് വലിയ പ്രത്യേകതയൊന്നും വരാനില്ലല്ലോ, അത് കളഞ്ഞാൽ മതിയല്ലോ അതിനെ എന്ന് പറഞ്ഞ് ഉടനെ അതിശക്തമായിട്ട് തപശക്തിയുള്ള മകന്റെ ശാപമേൽക്കാതിരിക്കില്ലെന്നറിയാവുന്ന ശമീക മഹർഷി ആരാണ് തൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടതെന്ന് അന്വേഷിച്ചു. മനസ്സിലായി രാജാതിരാജനായ പരീക്ഷിത് മഹാരാജാവാണെന്ന്. ഇദ്ദേഹം രാജാവിനെ അറിയിച്ചു, എൻ്റെ മകന്റെ ശാപമുണ്ട്, ശാപത്തിനെ പിൻവലിക്കാനുള്ള കപ്പാസിറ്റി അവനില്ല, ശപിക്കാനുള്ള ലെവലിലെത്തി തിരിച്ചെടുക്കാനുള്ള ലെവലിൽ അവൻ എത്തിയിട്ടില്ല. ഈ പരീക്ഷത്തിന്റെ മാനസികാവസ്ഥ അടിമുടി മാറി. താൻ അറിയാതെ അറിഞ്ഞോണ്ട് ചെയ്തു പോയ ഒരു തെറ്റാണ്. വികാരത്തിന് അടിമപ്പെട്ട് വിചാരിക്കാതെ ചെയ്തൊരു തെറ്റാണ്. നമ്മളൊക്കെ വികാരത്തിന് അടിമപ്പെടുമ്പോഴാണ് നമുക്ക് ചിലതൊക്കെ സംഭവിക്കുന്നത്. വിചാരത്തിന് അടിമപ്പെടാതെ വിചാരത്തിന് അടിമപ്പെട്ട് ചെയ്യുമ്പോൾ സംഭവിച്ചതാണ് ശരിക്ക് പരീക്ഷിത് മഹാരാജാവിന്.
പരീക്ഷിത്ത് മഹാരാജാവിനോട് ശമീക മഹർഷി പറഞ്ഞു, ശാപം അനുഭവിച്ചേ മതിയാവും. അപ്പൊ താൻ 7 ദിവസത്തിനകം മരിക്കും എന്ന ആ വികാരത്തോടുകൂടി, വിഷമത്തോടുകൂടി, വേദനയോടുകൂടി, ദുഃഖത്തോടുകൂടി ഗംഗാതീരത്തു കൂടെ കരഞ്ഞുകൊണ്ട് രാജാവ് ഒറ്റയ്ക്ക് നടക്കുകയാണ്. ആ കരഞ്ഞുകൊണ്ട് നടക്കുന്ന വേളയിൽ വേദവ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി ഈ കരച്ചിലും ഈ രാജാവിന്റെ നടത്തവും കേൾക്കുന്നു, കാണുന്നു. എന്താ പറ്റിയതെന്ന് ചോദിച്ചു. ഇങ്ങനൊരു ശാപം ഉണ്ടെന്ന് പറഞ്ഞു. മരണം എല്ലാവർക്കും ഉണ്ട്, അങ്ങയ്ക്കതിൻ്റെ സമയമായി. അതുകൊണ്ട് ചെയ്തത് ശരിയോ ചെയ്തത് തെറ്റോ എന്നുള്ളതല്ല, മരണത്തെ അഭിമുഖീകരിക്കാനായിട്ട് തയ്യാറാവുക, മരണത്തെ അഭിമുഖീകരിക്കാനായിട്ട് തയ്യാറാവുക എന്ന് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്തിനോട് പറഞ്ഞു. ഈ ഭാഗവതത്തിലെ 10,355 അധ്യായങ്ങൾ മുഴുവനും എഴുതി കൊടുത്ത്, മുഴുവനും വിവരിച്ചു കൊടുത്ത്, എഴുതി കൊടുത്തിട്ടല്ല, വിവരിച്ചു കൊടുത്തിട്ട് അവസാനം ഭാഗവതം മുഴുവനും പരീക്ഷിത്ത് മഹാരാജാവ് കേട്ടു. എങ്കിലും ലാസ്റ്റ് പാർട്ടായപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് കരയാൻ തുടങ്ങി. അപ്പൊ ശ്രീശുക ബ്രഹ്മർഷി ചോദിച്ചു, എന്തിനാ കരയുന്നത്? പരീക്ഷിത്ത് പറഞ്ഞു, ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ഭാഗവതം കേട്ട് കഴിഞ്ഞപ്പോൾ ധന്യമായ ജീവിതം എന്താണെന്ന് മനസ്സിലായത് എനിക്കിപ്പോഴാണ്. ധന്യമായ ജീവിതം എന്താണെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. പക്ഷേ ഇനി ആ ധന്യമായ ജീവിതത്തിലൂടെ കടന്നു പോകാനുള്ള സമയം എനിക്കില്ലല്ലോ. 7 ദിവസവും തീർന്നു, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ മുമ്പിലുള്ളൂ. അപ്പൊ ഏതാനും മണിക്കൂറുകൾ മാത്രമേ മുമ്പിലുള്ളൂ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് പറഞ്ഞപ്പോ ശ്രീശുക ബ്രഹ്മർഷി തിരിച്ചു പറഞ്ഞത്, കഥായിമാസ്തേ കഥിതാമഹീയസാം വിദായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നത് പാരമാർത്ഥ്യം. നീ കരഞ്ഞോ കരഞ്ഞില്ലയോ എന്നുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കഥകളെല്ലാം, കഥാ ഇമാ കഥ, ഈ കഥകളെല്ലാം തേ നിനക്കായിക്കൊണ്ട് മഹീയസാം മഹാന്മാരുടേതായിട്ടുള്ളത് കഥിത ഞാൻ പറഞ്ഞു. ഞാൻ നിനക്ക് മഹാന്മാരുടേതായിട്ടുള്ള ഈ കഥകളെല്ലാം നിന്നോട് പറഞ്ഞു. ഇതിനൊരു ലക്ഷ്യമുണ്ടായി. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ, സയന്റിഫിക് ടെമ്പർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. വിജ്ഞാനം ഉണ്ടാവണം. സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിലെ സുഖവും ദുഃഖവും, ഉയർച്ചയും താഴ്ചയും, ലാഭവും നഷ്ടവും, ചിരിയും കരച്ചിലും, വരവും പോക്കും, ജനനവും മരണവും, നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും, ശത്രുക്കളും മിത്രങ്ങളും, അഭിനന്ദിക്കുന്നവരും അവഹേളിക്കുന്നവരും എല്ലാം ഉണ്ട് എന്ന ബോധമുണ്ടാകുന്നതിനാണ് ശരിക്കും സയന്റിഫിക് ടെമ്പർ എന്ന് പറയുക. ശാസ്ത്രവീക്ഷണം ഉണ്ടാവണം. ഇവിടെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജീവിത സത്യം എന്നർത്ഥം. വിജ്ഞാന, പിന്നെ വൈരാഗ്യം ഉണ്ടാവണം. വൈരാഗ്യം എന്ന വാക്ക് സംസ്കൃതത്തിലുള്ള വാക്കും മലയാളത്തിലുള്ള വാക്കും വളരെ അർത്ഥവ്യത്യാസമുണ്ട്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ രാഗമില്ലാത്ത അവസ്ഥ. രാഗം എന്ന് പറഞ്ഞാൽ ബന്ധനമില്ലാത്ത അവസ്ഥ. രാഗം ബന്ധനം, ബന്ധമല്ല ബന്ധനം, ബോണ്ടേജ്, അറ്റാച്ച്മെന്റ് അല്ല. ഒന്നിനോടും പരിധിക്കപ്പുറം ബന്ധനം ഉണ്ടാവരുത്. ഈ ലോകത്തിലെ ഒന്നും തന്നെ നമുക്ക് ശാശ്വതമല്ല. മക്കളായാലും മരുമക്കളായാലും വീടായാലും വസ്തുക്കളായാലും സുഖസൗകര്യങ്ങളായാലും ജീവിതശൈലിയാണെങ്കിലും ഒന്നും പെർമനന്റ് അല്ല. എല്ലാം ടെമ്പററിയാണ്. ഈ ശരീരം പോലും ടെമ്പററിയാണ്. അതുകൊണ്ട് വൈരാഗ്യം ഉണ്ടാവണം. ബോണ്ടേജ് ഉണ്ടാവാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വൈരാഗ്യം. അപ്പൊ സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം, ബോണ്ടേജ് ഉണ്ടാവാൻ പാടില്ല. ഇതിനാണ് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നത് പാരമാർത്ഥ്യം. വിഭൂതിർ വചോ നു പാരമാർത്ഥ്യം. ഞാൻ പറഞ്ഞതൊക്കെ ചരിത്രമല്ല, പദാനുപദം ഹിസ്റ്ററി അല്ല. ഒരുപക്ഷെ ഹിസ്റ്ററിയുടെ ഫാക്റ്റുകൾ കുറെ അതിനകത്ത് ഉണ്ടാവാം, കുറച്ചൊക്കെ ചരിത്ര ഭാഗങ്ങൾ ഉണ്ടാവാം. പക്ഷേ അതെല്ലാം അക്ഷരം പ്രതി നടന്നതാണ് എന്ന് നീ ധരിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്നെല്ലാം മെസ്സേജുകൾ എടുക്കാം. ആ കഥകളിൽ നിന്ന് മെസ്സേജുകൾ എടുക്കാം.
അതിനകത്തുള്ള ഉപദേശങ്ങളിൽ നിന്ന് മെസ്സേജുകൾ എടുക്കാം, അതിനകത്തുള്ള അനുഭവങ്ങളിൽ നിന്ന് മെസ്സേജുകൾ എടുക്കാം, അങ്ങനെ മുമ്പോട്ട് പോവുക. അതല്ലാതെ ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചല്ലോ, എനിക്ക് അതുമാതിരി ഇനി ജീവിക്കാൻ പറ്റില്ലല്ലോ, അത് എത്ര ധന്യമായ ജീവിതമായിരുന്നു, ആ ധന്യത എൻ്റെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കില്ലല്ലോ എന്നൊന്നും തൽക്കാലം ചിന്തിക്കണ്ട. മറിച്ച് നീ കേട്ടത് എന്തൊക്കെയാണോ 7 ദിവസം കൊണ്ട്, ആ കേട്ടതിൽ നിന്ന് മെസ്സേജസ് എടുത്ത്, കഥയാണെങ്കിലും അനുഭവങ്ങളാണെങ്കിലും ഉപദേശങ്ങളാണെങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങളാണെങ്കിലും അതിൽ നിന്ന് സന്ദേശങ്ങൾ എടുത്ത് ധന്യമായിട്ട് മരണത്തെ അഭിമുഖീകരിക്കുക. നമ്മളത് കേൾക്കുമ്പോൾ മരണത്തെയും അഭിമുഖീകരിക്കണമെന്ന് ഓർമ്മിക്കുക. നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കാനല്ല, പരീക്ഷത്തിന്റെ കാര്യത്തിൽ മരണത്തെ അഭിമുഖീകരിക്കലാണ് വിത്തിൻ ഷോർട്ടസ്റ്റ് പീരീഡ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നെല്ലാം പഠിക്കേണ്ടത് ഓരോ മിനിറ്റും ജീവിക്കുമ്പോൾ അത് ധന്യമായിട്ട് ജീവിക്കാം, ധന്യമായിട്ട് ജീവിക്കാം. ആ ധന്യത നമുക്ക് കൈവരാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം കേൾക്കണമെന്ന് പറയുന്നത്. ധന്യമായിട്ടുള്ള വ്യക്തികൾ ഭാഗവതം വായിച്ച് 21ാം നൂറ്റാണ്ടിൽ യോജിച്ച വിധത്തിൽ അത് വിവരിച്ചു കൊടുക്കുമ്പോഴാണ് ശരിക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് വ്യക്തികൾ ശ്രദ്ധയോടുകൂടി അത് കേട്ട് അത് ശരിക്ക് ചെറിഷിംഗ് എന്നാ പറയുക, ആസ്വദിക്കുന്ന ലെവലിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങൾക്കും ഏത് കഥയും ഏത് അനുഭവവും ഏത് ഉപദേശവും ഏത് ജീവിത യാഥാർത്ഥ്യവും ഒരു വരി കൊണ്ടോ ഒരു പാരഗ്രാഫ് കൊണ്ടോ വിവരിക്കുമ്പോഴും അതിൻ്റെ വരും വരായികകളല്ല ചിന്തിക്കേണ്ടത്, അതിൽ നിന്ന് എടുക്കേണ്ടത് എന്താണെന്ന് ചിന്തിക്കണം. അതിൽ നിന്ന് എടുക്കേണ്ടത് എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തെ ധന്യമാവുക. ഇന്നലെ ഒരു പ്രഭാഷണത്തിൽ ഒരു 2-3-4 കുടുംബാംഗങ്ങൾ ഒരുമിച്ച്, ഒരു കുടുംബത്തിലെ അല്ല, 2-3-4 കുടുംബത്തിലെ 10-12 അംഗങ്ങൾ ഒരുമിച്ച് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ജീവിതമൊക്കെ അടിമുടി മാറിയിട്ടുണ്ട് സാറേ. സാറിൻ്റെ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ അതിൽ ചിലർ കരയുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം മണ്ണന്തലയിലെ പ്രഭാഷണം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു അസാധാരണ അനുഭൂതിയായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നുവെങ്കിലും നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അത് ഈ വരികളൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സംതൃപ്തി എന്ന് പറയുന്നത് പ്രയോജനം ഉണ്ടാവുന്നു. അതാണ് തിയറട്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ല, അപ്ലൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം, ഒരു സിനിമയിൽ നിന്നാണെങ്കിൽ പോലും എന്ത് നടന്നു എന്നല്ല, നടന്നതിൽ നിന്ന് എന്ത് എടുത്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.